നിങ്ങളുടെ ശരീരത്തിൽ വാദം നന്നായിട്ട് കൂടി നിൽക്കുന്നവരാണോ? അതായത് ജോയിന്റ്സിൽ നന്നായിട്ട് വേദന, ആർത്രൈറ്റിസ് പോലെയുള്ള കാര്യങ്ങൾ, സ്റ്റിഫ്നെസ്, മസിൽസ് ഒക്കെ നന്നായിട്ട് ഒരു ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് പോലെ, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, മലബന്ധം എന്നിങ്ങനെ പറയുന്ന പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നവർ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കുറെ മരുന്ന് കഴിക്കും. പക്ഷെ മരുന്ന് കഴിച്ചാലും അവർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാറില്ല പലപ്പോഴും. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നിങ്ങളുടെ ശരീരത്തിലെ വാദത്തിന് കൂട്ടുന്നതും കുറയ്ക്കുന്നതും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട 9 പ്രധാന ഭക്ഷണത്തിനെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ ഒരു പരിധി വരെ നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. നമ്മുടെ ശരീരത്തിലെ ത്രിദോഷങ്ങളിൽ ഒരു ദോഷമാണ് ഈ വാതദോഷം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബോഡിയിലെ നാഡികളുടെ പ്രവർത്തനത്തിന്, ജോയിന്റ്സിന്റെ മൂവ്മെന്റിന്, ഡൈജഷൻ ഇവയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആയുർവേദപരമായിട്ട് നമ്മൾ പറയുന്നത് ഈ വാതദോഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാതദോഷം കുറച്ചൊന്ന് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, വാദസംബന്ധമായിട്ടുള്ള ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ആൻസൈറ്റി, നല്ലൊരു ടെൻഷൻ നന്നായിട്ട് കൂടുക, ഉറക്കത്തിൽ നന്നായിട്ട് ബുദ്ധിമുട്ട്, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. ഇനി നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് തണുത്ത ഭക്ഷണങ്ങൾ, കോൾഡ് ഫുഡ്. തണുത്ത ഭക്ഷണങ്ങള് ശീത ഗുണമുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലത്തെ വാദത്തിന് കുറച്ചൊന്ന് കൂട്ടുകയാണ് ചെയ്യുക. വാദത്തിന് കുറച്ച് കൂട്ടുകയും ഇത് അഗ്നിനെ കുറച്ചൊന്ന് കുറയ്ക്കും. അഗ്നി എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിനെ ദഹിക്കാനായിട്ട് സഹായിക്കുന്ന ഡൈജസ്റ്റീവ് ഫയർ. ഈ അഗ്നി ഓട്ടോമാറ്റിക്കലി കുറയുന്ന സമയത്ത് നമ്മൾ എന്ത് തന്നെ ഭക്ഷണങ്ങൾ കഴിച്ചാലും അത് ശരിയായിട്ട് ദഹിക്കില്ല. ശരിയായിട്ട് ദഹിക്കാതാകുമ്പോൾ അതിലൂടെ ധാരാളം ഗ്യാസ്, ബ്ലോട്ടിങ്, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. നിങ്ങൾ വല്ലപ്പോഴും കഴിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇതൊരു ശീലമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ശീലമാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഈ തണുത്ത വെള്ളം പോലെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് കുടിക്കുക, തണുത്ത ഫ്രൂട്ട് ജ്യൂസ് പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിത്യമായിട്ട് നിങ്ങൾ കഴിച്ചു വരികയാണെങ്കിൽ നിങ്ങളുടെ ദഹനത്തിന് കുറച്ചൊന്ന് ഇംബാലൻസ് ആക്കാനും ഇത് നിങ്ങളുടെ ശരീരത്തിലെ വാദത്തിന് കൂട്ടാനും നല്ലധികം ചാൻസസ് ആണ്. അപ്പൊ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിക്കാനായിട്ട് നോക്കുക. ഇനി രണ്ടാമത്തെയാണ് ഡ്രൈ ഫുഡ്. ഡ്രൈ ഫുഡിൽ കൂടുതലായിട്ട് വരുന്നതാണ് ഈ ചിപ്സ്, ബിസ്ക്കറ്റ്, പാക്കറ്റിലൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ. ഇവരുടെ നേച്ചർ എടുക്കുകയാണെങ്കിൽ കുറച്ചൊരു ഡ്രൈ നേച്ചർ ആണല്ലേ. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ രൂക്ഷത്വത്തിന് ഇത് കൂട്ടുകയും വാദത്തിനെ ഒന്നും കൂടി ഇത് ഡ്രൈ ആക്കുകയാണ് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ സ്റ്റിഫ്നെസ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ കുറച്ചൊന്ന് കൂട്ടാനും കോൺസ്റ്റിപ്പേഷനെ കൂട്ടുകയും ചെയ്യും. പിന്നെ ഇത് നമ്മുടെ ദഹനത്തിനും അത്രയും നല്ലതല്ലാത്തത് കൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കും. അടുത്തതാണ് റോ ഫുഡ്, അതായത് പച്ചക്കുള്ള ഭക്ഷണങ്ങൾ. പച്ചക്കുള്ള ഭക്ഷണത്തിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് സാലഡ്. സാലഡ് വളരെ ഹെൽത്തി ആണല്ലേ, പക്ഷെ ഇത് എല്ലാവർക്കും ഒരേപോലെ സൂട്ട് ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇത്തരത്തിൽ നിങ്ങൾ പച്ചക്ക് സാലഡ് അല്ലെങ്കിൽ പച്ചക്കുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിലൂടെ ഇത് നിങ്ങളുടെ അഗ്നിനെ കുറച്ചൊന്ന് കുറയ്ക്കുകയാണ് ചെയ്യുക. അഗ്നി നന്നായിട്ട് കുറയുന്ന സമയത്ത് ഭക്ഷണം ശരിക്കും ദഹിക്കില്ല. ഭക്ഷണം ശരിക്കും ദഹിക്കാതാവുമ്പോൾ അത് ടോക്സിൻസ്, ഒരു തരത്തിലൊരു വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സാലഡ് പോലെയുള്ള കാര്യങ്ങൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കുക്ക് ചെയ്തിട്ട് കഴിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് ഒരു ഒരു 2-3 തുള്ളി ഓയിലിൽ ജസ്റ്റ് പച്ചക്കറി ഒന്ന് സോട്ട് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ വേവിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഏതെങ്കിലും ഒരു ഫോമിൽ കഴിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. നാലാമത്തെയാണ് പൾസസ്, അതായത് പയർ വർഗ്ഗങ്ങൾ. ഇതിൽ തന്നെ കടല, പയർ, ഉഴുന്ന്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് നിങ്ങൾ നോക്കണം. ഇത് ശരീരത്തിന്റെ വാദത്തിന് കുറച്ചൊന്ന് കൂട്ടാനും, പ്രത്യേകിച്ച് അത് ശരിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഗ്യാസ് പോലെയുള്ള കാര്യങ്ങൾ, ബ്ലോട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനും കാരണമാക്കും. അപ്പൊ കുക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഒന്നുകൂടി ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. വെളുത്തുള്ളിയൊക്കെ കുറച്ചൊന്ന് കൂടുതലിട്ട്, ജീരകം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് പ്രോപ്പർ ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. വല്ലപ്പോഴും കഴിക്കുക, നിത്യമായിട്ട് ഒരിക്കലും കഴിക്കരുത്. ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ കഴിക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. കൂടുതലും ഈ ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ പരമാവധി ഒഴിവാക്കാനും കൂടി നോക്കും. നെക്സ്റ്റ് ആണ് കൂടുതലായിട്ടുള്ള ചായ, കാപ്പി പോലെയുള്ള കാര്യങ്ങളുടെ ഉപയോഗം. ഇത് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്കും അറിയാം അത് ദഹനത്തിന് കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കത്തിനെയും കുറച്ചൊന്ന് ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയാണ്. ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് ആൻസൈറ്റി പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാം. നിങ്ങൾ മിതമായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. വല്ലപ്പോഴൊക്കെ നിങ്ങൾ ഒരു ഗ്ലാസ് ചെറിയൊരു അളവിൽ കുടിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നും നിങ്ങൾ 4-5 ഗ്ലാസ് ഒക്കെ ഇങ്ങനെ കുടിക്കുന്നവരാണെങ്കിൽ പരമാവധി ഒഴിവാക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ പ്രശ്നത്തിന് കുറച്ചൊന്ന് കൂട്ടുകയാണ് ചെയ്യുക. ആറാമത്തെയാണ് റിഫൈൻഡ് ഫ്ലോർ, അതായത് മൈദ. ഈ മൈദ എന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ച് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്.
ദഹിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ അത് ബ്ലോട്ടിംഗ്, ഗ്യാസ്, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം. കാരണം പ്രത്യേകിച്ച് അതിൽ ഫൈബർ പോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് മലബന്ധത്തിനെയും ഉണ്ടാക്കാം. അതുപോലെ ഇതിന്റെ കൂടെ വാദത്തിനെയും കുറച്ചൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും. ശരീരത്തിലേക്ക് നീർക്കെട്ട്, ഇൻഫ്ലമേഷനും കൂട്ടാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് നിങ്ങൾ മാസത്തിൽ ഒരു വട്ടമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അതും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എന്നും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 വട്ടമൊക്കെ കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന് കുറച്ചൊന്ന് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ആണ് ഡീപ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്, അതായത് പൊരിച്ചു വറുത്തിട്ടുള്ള കാര്യങ്ങൾ. എഗെയിൻ ഇതും നമ്മുടെ ദഹനത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഗ്യാസ്, ബ്ലോട്ടിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ശരീരത്തിലെ ഇൻഫ്ലമേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനും ചാൻസ് ഉള്ളതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കുക. എട്ടാമത്തെ ഒരു കാര്യമാണ് ചൂടാക്കുന്ന ഭക്ഷണങ്ങൾ, അതായത് വീണ്ടും വീണ്ടും ചൂടാക്കി ഭക്ഷണം കഴിക്കുക. ചില ആളുകൾ ഉണ്ടല്ലോ, കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കും, കുറച്ചു നേരം പുറത്ത് വെക്കും, വീണ്ടും വീണ്ടും ചൂടാക്കി ഭക്ഷണം കഴിക്കും. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ അതിലുള്ള പോഷകങ്ങൾ മുഴുവൻ പോവാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. രണ്ടാമത്തെ ഒരു കാര്യമാണ്, ആയുർവേദപരമായിട്ട് നമ്മൾ പറയും എപ്പോഴും ജീവനുള്ള ഭക്ഷണം കഴിക്കാനായിട്ടാണ് നമ്മൾ പറയുക. ഇത്തരത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ അതൊരു പ്രാണശൂന്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇത് നമ്മുടെ ദഹനത്തിന് കുറച്ചൊന്ന് വീക്ക് ആക്കുകയും ശരീരത്തിലെ വാദത്തിന് കുറച്ചൊന്ന് ട്രിഗർ ചെയ്യാനും ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വെറുതെ വയറ് നിറയ്ക്കാൻ മാത്രമായിട്ടല്ല, നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനും കൂടി ശ്രദ്ധിക്കും. 9-ാമത്തെയാണ് പുളിച്ച അല്ലെങ്കിൽ പുളിയുള്ള ഭക്ഷണങ്ങളും വാദത്തിനെ കുറച്ചൊന്ന് കൂട്ടുന്നത് കൊണ്ട് ഈ ഒരു കാര്യങ്ങളും ഭക്ഷണത്തിൽ നിന്ന് പരമാവധി ഒഴിവാക്കുക. പിന്നെ അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ അടുത്തേക്ക് പേഷ്യൻസ്, വാദസംബന്ധമായിട്ട് പേഷ്യൻസ് വരുന്ന സമയത്ത് പരമാവധി നമ്മൾ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഗോതമ്പ് പോലെയുള്ള കാര്യങ്ങളും പാലും പാലിന്റെ ഉൽപ്പന്നങ്ങളും പരമാവധി ഒഴിവാക്കാനായിട്ട് പറയാറുണ്ട് കേട്ടോ. പക്ഷെ അത് കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ പറയാറ്. കാരണം ഇത് കുറച്ചൊന്ന് ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യാനും കുറച്ച് ദഹനത്തിന് ബുദ്ധിമുട്ടായിട്ടുള്ളത് കൊണ്ടും നമ്മളിത് പറയാറുണ്ട്. ഇതാണ് അവസാനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇനി എന്ത് കഴിക്കാമെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ചൂടോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും കഴിക്കാനായിട്ട് നോക്കുക. പച്ചക്കറികളൊക്കെ എപ്പോഴും വേവിച്ചിട്ടും കുക്ക് ചെയ്തിട്ടും കൂടി ഉൾപ്പെടുത്തണം. എപ്പോഴും നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് ഇഞ്ചി, ജീരകമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കൂടുതൽ ഉൾപ്പെടുത്തുക. അവസാനമായിട്ട് ദഹിക്കാൻ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളും കൂടി കഴിക്കുക. അപ്പൊ ഈ വാദം എന്ന് പറയുന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞൊരു രോഗാവസ്ഥയല്ല കേട്ടോ. ശരീരത്തിൽ ഇംബാലൻസ് ആകുന്ന ഒരു കണ്ടീഷനാണിത്. ഇത് കൂടുതലും ഇംബാലൻസ് ആകുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ കൂടുതലും വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നമസ്കാരം.